ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും CPIM സഹയാത്രികനായി തുടരുമെന്നും KT ജലീൽ. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം. നവാഗതർക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ മടിയില്ലെന്നും നാളെ പുറത്തിറങ്ങുന്ന പുസ്തകത്തിൽ KT ജലീൽ പറയുന്നു. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, എന്താണ് KT ജലീലിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കം? മറ്റ് വിശദാംശങ്ങൾ കൂടി. കീർത്തന, നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് KT ജലീലിന്റെ പുസ്തകമായിട്ടുള്ള സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. അതിനു മുൻപാണ് അതിൽ ഏറ്റവും അവസാനത്തെ ഒരു അധ്യായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലാണ് ഇനി തിരഞ്ഞെടുപ്പിലേക്കില്ല എന്നുള്ളത് KT ജലീൽ അറിയിക്കുന്നത്. ഏകദേശം 2 പതിറ്റാണ്ടോളം നിന്നുള്ള പൊതുപ്രവർത്തനത്തിൽ നിന്ന് തൽക്കാലം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നൊക്കെ മാറുകയാണ്. ഇനി അങ്ങോട്ടേക്ക് താൻ CPM അനുഭാവിയായി തുടരും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒരു സുഹൃത്തിനുള്ള ഓർമ്മക്കുറിപ്പ് എന്നുള്ള രീതിയിലാണ് ഈ അവസാനത്തെ ഒരു അധ്യായം എഴുതിയിരിക്കുന്നത്. ഇതിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഞാനൊരു വിരമിക്കൽ മൂഡിലാണ്, വായനയും എഴുത്തും ഒരു ഹരമായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കൗൺസിൽ അംഗമായിട്ടായിരുന്നു തുടക്കം. 2006 മുതൽ കേരള നിയമസഭാ അംഗം, 2026 4 ടേമും കൂടി പൂർത്തിയായാൽ 20 കൊല്ലം MLA, അതിൽ തന്നെ 5 വർഷം മന്ത്രി. CPM എന്നെപ്പോലൊരു സാധാരണക്കാരോട് കാണിച്ച ഉദാരതയ്ക്ക് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കഴിയുന്ന പരമാവധി സേവനം ഞാൻ നൽകും. CPMന്റെ സഹയാത്രികരായി തുടരും. ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. ഒപ്പം തന്നെ 60 വയസ്സ് മുൻപ് ഇതിൽ ഒരു തീരുമാനമെടുക്കണം. കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ല കിതപ്പ് അനുഭവപ്പെടുക, കണ്ണുകളിൽ വെളിച്ചക്കുറവുണ്ടാവും, ദേഷ്യം കൂടുകയും ചെയ്യും, ഓർമ്മശക്തിയും പതുക്കെ കുറഞ്ഞു വരികയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി ന്യൂജൻ രംഗത്തേക്ക് വരട്ടെ, അവരുടേത് കൂടിയാണ് അധികാര പദവികളും അവസരങ്ങളും അടങ്ങുന്ന ഈ ലോകം. നവാഗതർക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ ഒരു മടിയും തോന്നുന്നില്ല. നിയമനിർമ്മാണ സഭകളിൽ കിടന്ന് മരിക്കാമെന്ന് നമ്മൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളതുമാണ് ബഷീർ എന്നൊരു സുഹൃത്തിനെ അയച്ചൊരു മറുകുറിപ്പായിട്ട് ഈ ലേഖനത്തിൽ പറയുന്നത്. എതിരാളികൾക്ക് 4 തവണ തോൽപ്പിക്കാൻ അവസരം കൊടുത്തു, 4ലും അവർക്ക് ജയിപ്പിക്കാനായില്ല. ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ താൻ ചവിട്ടിയരയ്ക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു ആവേശമായി പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് തന്നെ വരികയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നാളത്തെ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ കൂടുതൽ വിവരങ്ങൾ, ഈ PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ പറയും, ആ പുസ്തകത്തിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ KT ജലീൽ പറഞ്ഞിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ വിവരങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വരുന്നത്. ഇനി തിരഞ്ഞെടുപ്പിലേക്ക് KT ജലീൽ MLA ഇല്ല, തവനൂരിന്റെ പ്രതിനിധിയായിരുന്നു, ഏകദേശം 2 പതിറ്റാണ്ടോളം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിലാണ് ഇനി തിരഞ്ഞെടുപ്പിലേക്കില്ല, 60 വയസ്സിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തിയിരിക്കുന്നു. CPMന്റെ അനുഭാവിയായി തെരഞ്ഞെടുപ്പിലേക്കില്ലെന്നും CPM അനുഭാവിയായി തുടരുമെന്നാണ് KT ജലീൽ നാളെ പുറത്തിറങ്ങുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകി.